ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ തന്നെയാണ്. ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യം നമ്മുടെ ചെറുപയർ പരിപ്പ്, മൂങ് ദാൽ എന്നൊക്കെ പറയും, അതൊന്ന് വറുത്തെടുക്കണം. ഞാനിത് കഴുകിയിട്ടില്ല. ആദ്യം വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വറുത്ത് ചിലതൊക്കെ ഇങ്ങനെ ചുവപ്പ് കളറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം വറുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്താൽ മതി. പിന്നെ അത് നന്നായി കഴുകി ഞാനതിൽ ഒരു കുക്കറിലിടുകയാണ്. കുക്കറിലിട്ടിട്ട് ഞാൻ കുറച്ച് രണ്ടാം പാലിനും കുറച്ചൊരു ലൂസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടാം പാല് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളത്. കാരണം ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോകും. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ്. ഒരു കപ്പിനൊരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ഞാൻ. തേങ്ങാപ്പാലും അതിൻ്റെ ഒപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെച്ചത്. ഒരു 4 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിരുന്നു. നമ്മൾ 3 ശർക്കര എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോൾ നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടിങ്ങനെ ഉടഞ്ഞിട്ടില്ല, നല്ല ഇങ്ങനെ കുഴമ്പ് പോലെ ആയിട്ടില്ല. ചെറുതായി അതിലിങ്ങനെ തരിതരിയായിട്ട് ആ പരിപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ചെറുതായി ഒന്ന് കടിക്കാൻ കിട്ടുന്ന ടേസ്റ്റ് ആവണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം വെച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ കട്ടയായിട്ടില്ല. ഇനി നമ്മളതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും കരട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് അരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സ്റ്റെയിനർ വെച്ചിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഗ്ലാസ് നമ്മുടെ ശർക്കരപ്പാനി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മധുരം പാകത്തിന് കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പായസം തിളക്കാൻ തുടങ്ങി. ഇനി ആ മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ നമ്മൾ ഒരു നുള്ളു ഉപ്പ് ഇടുകയാണ് അതിലേക്ക്. ഇനി നമ്മൾ അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ഞാനൊരു 3/4 ഗ്ലാസോളം ഒഴിച്ചിട്ടുണ്ടാവും. 1/4 ഗ്ലാസ് ഞാനവിടെ മാറ്റി വെച്ചു. മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഇടാം, ഒഴിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ട പായസം നല്ല ലൂസാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് തണുക്കാൻ വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. അതല്ല, നമ്മൾ നല്ല കട്ടിയിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ പിന്നെ അത് ചൂടാറി കഴിഞ്ഞാൽ അതിന്നും കട്ടിയായി പോവും. അപ്പോൾ ഒരു കറക്റ്റ് ഒരു കുടിക്കാനുള്ള കൺസിസ്റ്റൻസി ആയിരുന്നു ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കേട്ടോ. നമ്മൾ 2 ഏലക്കായ ഇതിലേക്കൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചുക്ക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ഇട്ടിട്ടില്ല. ഈ ഏലക്കായ തന്നെ ഇട്ടിട്ട് ആർക്കും ഇഷ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണമല്ലോ, അത് കരുതിയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതാ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്ന ശർക്കരപ്പാനി ഞാൻ ഒഴിക്കുകയാണ്. വെള്ള ശർക്കര ആയതുകൊണ്ട് തോന്നണം അത്ര തന്നെ മധുരം ഇല്ല. ഒരു പായസത്തിൻ്റെ ഒരു മധുരം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഒഴിച്ചിട്ടോ. അപ്പോൾ മധുരം പാകമായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത് നമ്മുടെ 1-ാം പാൽ ഒഴിക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഞാൻ 1 ഗ്ലാസ് ഒഴിച്ച് നോക്കി ആദ്യം. നമുക്ക് നന്നായി ഇളക്കി കൊടുത്തു. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസും കൂടി 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം ഇറക്കി വെക്കാം കേട്ടോ. പായസം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടൊന്ന് നെയ്യിലൊന്ന് വറുത്ത് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ പായസം റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഒരു ആവി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വെക്കാം. തിളക്കാനൊന്നും കാത്തു നിൽക്കരുത്. അപ്പോൾ ഇതാ നന്നായി ഇളക്കി കൊടുത്തു. അത് ആവി വന്നു തുടങ്ങി. അപ്പോൾ ഇനി നമുക്കത് ഇറക്കാം. ഞാൻ ചെറിയൊരു കാസ്റ്റ് പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കുകയാണ്. കുറച്ച് നെയ്യ് തന്നെ, അതൊന്ന്
താളിച്ചെടുക്കാനുള്ള നെയ്യ് തന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ഓവർ നെയ്യിൻ്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ആ തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തെടുക്കാനുള്ള നെയ്യ് തന്നെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കനം കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സാധാ ഒരു കൊട്ടത്തേങ്ങ ഒന്നുമല്ല കേട്ടോ, ഉണക്കത്തേങ്ങയൊക്കെയാണ് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും. ഇത് കുറച്ച് വെള്ളമുള്ള തേങ്ങയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് അതൊന്ന് മൂത്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊന്നും അതിലേക്ക് ഞാനൊന്ന് മൂക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതിൽ കൂടെ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണ്ട് മൂത്തിട്ടുണ്ട്. ഈ അയൺ പാൻ ആയതുകൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് പോകാൻ പണിയാണ്, വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പകുതി ഒന്ന് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുന്തിരി ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഓഫ് ചെയ്തുകൊണ്ട് പിന്നെ ധൈര്യമായി, ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാ ഭാഗം മുരിയാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ മുരിഞ്ഞിട്ടാൻ. ഇനി നമ്മുടെ മുന്തിരി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഞാനിതാ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനത് താളിച്ചത് ഒഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ചെറുപയർ പരിപ്പിൻ്റെ പായസം ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിനൊക്കെ സദ്യയുടെ ഒപ്പം വിളമ്പാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനെടുത്ത ഒരു കപ്പ് അളവിന് 4-5 ഗ്ലാസ് 6 ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഉണ്ട്, ഞാൻ സെർവിങ് ബൗളിലേക്ക് കുറച്ച് മാറ്റിയിട്ടുള്ളൂ. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളത് എല്ലാവരും പായസം ഈ ഓണത്തിന് ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്